ശ്രീകുമാർ മലയിൽ ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യം, കേരളം മുഴുവൻ അലയടിച്ചു വന്നാലും എന്റെ ബോധ്യങ്ങളിൽ ഞാനെടുത്ത നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. കൂട്ടായി എടുത്ത തീരുമാനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നിലപാടിന്റെ കാര്യമാണ് പറയുന്നത്. ആ നിലപാട് കൂട്ടായി ഞങ്ങളുടെ ഏറ്റവും ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ്. സൈബർ മീഡിയയിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഒരു കടലിളകി ഇങ്ങ് വന്നാലും നിലപാട് മാറ്റാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതിലൊരു ആർജവം ഫീൽ ചെയ്യുന്നുണ്ട്. സതീശനെ കൊണ്ട് നിലപാട് മാറ്റിക്കാൻ ഈ തരത്തിൽ നടക്കുന്ന സൈബർ മോബ് ലിഞ്ചിങ് കൊണ്ട് കഴിയുമോ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? അഭിലാഷ്, ജേക്കബ് ജോർജ് സാറ് പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഞാൻ പറയാം. അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ എന്താണ് നേതൃത്വം, ആരാണ് നേതൃത്വം എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ കെ കരുണാകരൻ മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇത്തരം സൈബർ ആക്രമണങ്ങൾ നടത്തുന്നവർ ആ കാലഘട്ടത്തിലാണെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ, ആരാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് പോലും കൃത്യമായ ധാരണയില്ല എന്നാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം യു ഡി എഫ് ചെയർമാനും പ്രതിപക്ഷ നേതാവിനേലുപരി കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാനാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റി നേതാവാണ് വി ഡി സതീശൻ. വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് രമേശ് ചെന്നിത്തല. ഇവർക്കൊക്കെ എതിരെയൊക്കെ നിരന്തരം ഈ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തടയേണ്ട ആളാരാണെന്ന് നിങ്ങൾക്കറിയോ? അത് KPCC അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയോ? വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞു ഈ ഡിജിറ്റൽ സെല്ലുണ്ടെന്നുള്ള സംഭവം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. അദ്ദേഹം കാരണം കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് UDF ചെയർമാൻ പറയുന്നു എന്താണ് ഈ ഡിജിറ്റൽ സെല്ലെന്ന് എനിക്കറിയില്ല, അങ്ങനെ സംഭവം ഉണ്ടെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ KPCC അധ്യക്ഷൻ പറയുന്നു VT ബൽറാം അതിൻ്റെ ചുമതലയിൽ തോന്നിയിട്ടില്ല, രാജിവെച്ചിട്ടില്ല, അത് ചെറിയ ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിപ്പോയതാണ്, അവിടെ അത് ചെയ്യുന്ന ആളുകൾക്ക് അവർ പ്രൊഫഷണൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു ഒപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി എന്ത് ധാരണയാണ് അല്ലെങ്കിൽ എന്തൊരു ഒരു ഐക്യരൂപ്യമാണ് ഇവർക്കിടയിലുള്ളത്. അങ്ങനെ ഒരു ഐക്യരൂപ്യം, യൂണിഫോമിറ്റി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇല്ല. ഇതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. എന്തുകൊണ്ടാണ് UDF ചെയർമാൻ അത് കോൺഗ്രസ് നേതൃനിരയിലെ ആശയക്കുഴപ്പമായി കാണണോ, അതോ ഇപ്പോൾ സൈബർ മീഡിയയിൽ അതല്ലെങ്കിൽ സൈബർ സ്പേസിലുള്ള ആളുകൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കഴിയില്ല. ഒരു വ്യവസ്ഥാപിതമായ സിസ്റ്റത്തിനകത്ത് വരുന്ന ആളുകളല്ല. അവർക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാവും, ഇഷ്ടങ്ങളുണ്ടാവും, അനിഷ്ടങ്ങളുണ്ടാവും, അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അതിനപ്പുറത്ത് ഇത് വളരെ ഏകോപിതമായി പാർട്ടിയുടെ ഏതെങ്കിലും ചുമതലപ്പെട്ട ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു കാര്യമാണോ? അല്ല, ഞാൻ ഈ പാർട്ടിയുടെ ചുമതലപ്പെട്ട ആളുകൾ നേതൃത്വം നൽകുന്നതാണോ അല്ലയോ എന്നുള്ളതല്ല. ഈ പാർട്ടിക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിൽ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ, ഭരണം കിട്ടുന്നതിൻ്റെ അടുത്തെത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഈ എല്ലാ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും സബോട്ടേജ് ചെയ്യുന്ന വിധത്തിലുള്ള ഈ നീക്കം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഇവർക്ക് വിലയിരുത്താൻ കഴിയാത്തത് എന്താണ്? ഈ ഒരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈബർ പോരാളികൾ ചുമ്മാ കണ്ണും തിരിഞ്ഞ് എഴുന്നേറ്റ് രാവിലെ ഒരാൾ ആക്രമിക്കുമല്ലോ, എവിടുന്ന് ഇവർക്ക് നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ടാവണം. എങ്കിൽ അത്തരം നിർദ്ദേശങ്ങൾ കിട്ടുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? അവയെ നിർവീര്യമാക്കേണ്ട ചുമതല ഇവർക്കുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇവർക്കത് കഴിയാതെ പോകുന്നു? അപ്പോഴാണ് ഈ പറയുന്നത്, ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിലവിൽ ഒരു നേതൃത്വമുണ്ടോ? ആരാണ് ഈ സംഘടനയെയും ഈ സംവിധാനത്തെയും നയിക്കുന്നത് എന്നുള്ള ചോദ്യം അപ്പോൾ ഉയർന്നു വരും. ഈ വളരെ കഴിവുറ്റൊരു നേതൃത്വം ഉണ്ടായിരുന്ന കാലത്താണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ആരാണ് ഇതിൻ്റെ പിന്നിലൊന്ന് ഐഡന്റിഫൈ ചെയ്ത് പെട്ടെന്ന് ആ കേന്ദ്രങ്ങൾ നിർവീര്യമായി കഴിഞ്ഞാൽ പിന്നെ ഈ കാളികൂളി സംഘങ്ങൾ എന്ന് പറയുന്ന സൈബർ സംഘങ്ങൾ അപ്പം നിശബ്ദരാവും. ഇപ്പോൾ ഒരാൾ മാത്രം അയാൾക്ക് രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് കണ്ണു തിരുമ്പി എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളല്ല അത്. ഇത് എവിടെ നിന്നൊക്കെ ഒരു നിർദ്ദേശം വന്നൊരു കൂട്ടായ്മ രൂപപ്പെടുന്നുണ്ട്. ആ രൂപപ്പെടാൻ കാരണം എന്താണ്? അത് പാർട്ടിക്കുള്ളിൽ നിന്ന് കിട്ടുന്ന പിന്തുണയുടെയോ ഇതിൻ്റെയോ ഫലമാണോ എന്ന് അന്വേഷിച്ച് ആ കേന്ദ്രങ്ങൾ നിർവീര്യമാക്കിയാൽ മതി. അത്തരം കാര്യങ്ങളൊക്കെ ഒന്നും ചിന്തിക്കാതെ എല്ലാവരും ഓരോരോ തുരുത്തിൽ നിന്ന് ഞാൻ മാത്രം പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വം, എൻ്റെ ചിന്ത, അല്ലെങ്കിൽ ഞാനാണിതെല്ലാം, അല്ലെങ്കിൽ എൻ്റെ ആദർശശുദ്ധിയാണ് പാർട്ടി, ആ രീതിയിലുള്ള ഒരു ഔറ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ആദ്യം കോൺഗ്രസിൻ്റെ നേതൃത്വം ഇടപെട്ട് ഇതെല്ലാം നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നിയന്ത്രിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങളോട് മടുപ്പ് തോന്നും. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്.